സിദ്ധാർത്ഥിൻ്റെ ബന്ധുവായിട്ടുള്ള ആള് എന്തിനാണ് ഇങ്ങനെയൊരു നെറേറ്റീവ് ഇതിന് സൃഷ്ടിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ 18 പേർ ഇപ്പോൾ നിലവിൽ പ്രതികരണപ്പെട്ടവരിൽ 4 പേരാണ് ഈ പറഞ്ഞ SFIയുടെ നേതൃത്വം, നിങ്ങൾ പറഞ്ഞ വാക്കുകളെടുത്ത നേതൃത്വത്തിലുണ്ടായിരുന്നത്, പ്രവർത്തകരായിരുന്നവരുണ്ടായിരുന്നത്. ബാക്കി 14 പേരിൽ വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഇന്ന് പ്രതികരിച്ചവർ നേരത്തെ നിഷാദ് റാവുത്തർ പറഞ്ഞതുപോലെ SFIക്കാർ മാത്രമല്ലാന്നേ, MSFന്റെ അനുഭാവികൾ, പ്രവർത്തകർ, MSFന്റെ നേതാക്കന്മാർ, നിങ്ങളെ ഭാഷ എടുത്താൽ, നിങ്ങളുടെ ഭാഷ പ്രയോഗിച്ചാൽ അവരുൾപ്പെടെയുള്ളവരാണ് ഇന്ന് കൃത്യമായി പറഞ്ഞത്. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംഘടന തീരുമാനിച്ചു വരുന്ന ഒരു ഭാഗവുമില്ല. അത്തരത്തിലൊരു രാക്ഷസ കോട്ടയാണ് അത് എന്ന് തെളിയിക്കത്തക്കവണ്ണം എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? താങ്കളുടെ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ എല്ലാ മുക്കും മൂലയും എടുത്തു പരിശോധിക്കാൻ ഇന്ന് കഴിഞ്ഞല്ലോ. ഏത് ദിവസവും അത് ഓപ്പൺ ആണല്ലോ. അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലേ? ഇന്ന് കോൺഗ്രസ്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കടന്നു ചെന്നല്ലോ. സിദ്ധാർത്ഥിന്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് ഈ നറേറ്റീവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് കിരീടത്തെക്കാൾ വിലയുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ രക്തം അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർ തീർച്ചയായും അതിൻ്റെ നിയമ നടപടികൾ നേരിടണം. അവരാരാണെങ്കിലും ശരി. അതല്ലേ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എന്താണ് മറ്റ് അജണ്ടയുള്ളത്? ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താണ് അവിടെ അജണ്ട ഉണ്ടാകേണ്ടത്? എനിക്ക് സ്വാഭാവികമായിട്ടുള്ള യുക്തി വെച്ച് മനസ്സിലാകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് ഞങ്ങൾക്ക് അജണ്ട എന്ന് ഞങ്ങൾക്ക് പോലും തോന്നുന്നില്ല. എന്താണ് ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടത്? സിദ്ധാർത്ഥിന്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ ഏത് തരത്തിലാണ് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രതികളെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായി എന്നതുകൂടി കാണണം. വെറുതെ ഒരു സംഗതി ഉണ്ടായി അതിന്മേൽ എല്ലാവരും പെട്ടെന്ന് പുറത്തു വന്നു, നിങ്ങൾ നടപടിയെടുത്തു എന്ന നിലയ്ക്കല്ല. SFIക്കാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനകത്ത് വേറെ ചില സംഗതികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പ്രതികളെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിന് അധ്യാപക സംഘടനയുടെ ഡീന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഒക്കെ പിന്തുണ കിട്ടി. ഇന്നിപ്പോ VCയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാരണം പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലല്ല അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡീൻ ഉൾപ്പെടെയുള്ളവർ ആരാണെങ്കിലും അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. അതിലെന്താ സംശയം? അതിൽ ഞങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ പേരിലാണെങ്കിലും എങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന സഞ്ജീവ് ഒരു കാര്യം കൂടി. അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് നോക്കൂ, ഇപ്പൊ സഞ്ജീവിന്റെ സിദ്ധാർത്ഥിന്റെ കുടുംബം ഇതൊരു കൊലപാതകമാണ്, ഇതിൽ കുറെ അധികം പ്രതികളുണ്ട്, ഇതിൽ ആ സിസ്റ്റം മുഴുവൻ അതിനെ ഈ കുറ്റകൃത്യത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചില കുട്ടികൾ വന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബത്തോട് ഇന്ന ആളുകളൊക്കെ കൂടി ചെയ്തതാണ്, റൂമിൽ കയറി ചെയ്തിട്ട് പോയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. സോ കുറേ അധികം ആരോപണങ്ങളും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഇതിനകത്തുണ്ട്. SFI അവിടുത്തെ ഏറ്റവും വലിയ സംഘടന നിലയ്ക്ക് SFI മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? കുറ്റക്കാരുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ എന്ന ഉദാസീന സമീപനമാണോ, അതോ ഇതിനകത്ത് നീതി വാങ്ങിയെടുക്കാൻ മുൻപിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന ഒരു സ്ട്രോങ് പൊസിഷൻ നിങ്ങൾക്കില്ലാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടില്ല? നിങ്ങൾ എപ്പോഴാണ് അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നത്? ഒരിക്കലുമില്ല. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ദുരൂഹതയാണ്. ഇന്നലെ പറഞ്ഞ കഥയല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാ? ഇന്നലെ പറഞ്ഞു 3 ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല, പല വിഷയങ്ങളുണ്ടായി, മർദ്ദിച്ചു, പല രൂപത്തിൽ മർദ്ദിച്ചു, പൈശാചികമായ ഒരു രാക്ഷസക്കോട്ടയായി അതിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു പല രൂപത്തിൽ. ഇന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അതങ്ങനെയല്ല, അത് ആ രൂപത്തിലല്ല, വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്. അപ്പൊ ഈ ദുരൂഹത, നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ, ഇവയെല്ലാം പിന്നെ MSF എന്ന് അവകാശപ്പെടുന്ന ഒരാളും MSFന്റെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ പ്രതികൾ ഞങ്ങൾ അത് ഉന്നയിച്ചിട്ട് മറ്റവരോട് ഉത്തരം പറയണമെന്ന് പറയില്ല. ഈ കേസിന്റെ പ്രതികളിൽ സിൻജോ ജോൺസൺ മുഖ്യപ്രതിയായിട്ടുള്ള അയാളുടെ കോൺഗ്രസ് കുടുംബ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാ മൂപ്പരുടെ നാട്ടിൽ. ഡോൺ ഡായ് മൂപ്പര് കേരള കോൺഗ്രസ് ജോസഫ് ആ കുടുംബ പശ്ചാത്തലമുള്ള ആളാ. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ഇതിലുണ്ടെന്നേ. ഇനി അവർ ഉത്തരം പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ഇതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ഈ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടുന്ന കൃത്യമായി എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്, എന്താണ് ശരി, എന്തിന്മേലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്, എന്താണ് കാരണം, കാര്യകാരണ സഹിതം കൃത്യമായി ഇതിന് ഉത്തരം പറയിക്കണം. ഇത് തന്നെയാണ് നിലപാട്.